ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിതിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിലുള്ള വെള്ളം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു അര കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ ടോട്ടലായിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തരിതരിപ്പായിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാനായിട്ട് പാടില്ല. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ മാവ് ഒരുപാട് ലൂസായിട്ട് പോവാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരിതരിപ്പ് നമുക്ക് തോന്നണം. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നിന്നും ഇത്രയും തന്നെ ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പിടിയോളം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി വട്ടത്തിലരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഒന്ന് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ആവുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ദോശക്കല്ലിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ തവി മാവ് വീതം ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരല്പസമയം മാത്രം തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.